തൊട്ടടുത്ത പ്രദേശമായ മുഴുവൻകുഴിയിൽ ഒരു കുളത്തിൽ നിന്നും തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നു. ഒരു സുന്ദരിയായ സ്ത്രീയുടെ തലയോട്ടിയാണെന്നാണ് വാർത്ത. ഈ സ്ഥലം സന്ദർശിക്കാൻ വെറും 100 രൂപ. ആർക്കും കടന്നു വരാം. തലയോട്ടി കിട്ടിയ കുളം സന്ദർശിക്കാൻ വെറും 100 രൂപ. എന്താ നമ്മുടെ ഒരു ഭാഗ്യം, ഒരു വിവാദം നടക്കുമ്പോ വേറൊരു വിവാദം. എന്നാൽ ഏത് പെണ്ണിന്റെയാണോ പോയി തലോട്ടിയില്ലേ? സുന്ദരിയായ പെണ്ണെന്ന് പറയുന്നത്. അല്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഏതാണോ പാവം, ആരോ എങ്ങനെ കൊന്നാണോ പോലെ. നമ്മളെ മൊയ്തൂന വെറുതെ വിട്ടെന്ന് കേട്ടു. ശരിയാണ്. ആടാ, മൊയ്തൂന് വെറുതെ വിട്ടേ. പാവം അതൊരു തെറ്റും ചെയ്തിട്ടില്ല. അതാ പെണ്ണിനെ കയറി പിടിക്കാനൊന്നും പോയിട്ടില്ല. സംഭവം എന്താണ്ടായിന്നറിയും. ഈ സ്ത്രീ മൊയ്തൂന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പലിശക്ക് മേടിച്ചു. കുറെ ആയിട്ട് അടവൊന്നും നടക്കണില്ല. ഇവൻ അവിടെ കയറി ചെന്നിട്ട് പറഞ്ഞു, കാശ് കിട്ടാണ്ട ഞാൻ പോവില്ല. അപ്പൊ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പൂതനെ കാണിച്ച പണിയാണേ. ഇന്നെ കയറി പിടിക്കണോന്നും പറഞ്ഞ അങ്ങോട്ട് നിലവിളിച്ചു. നാട്ടുകാരൊക്കെ കൂടിയപ്പോ ജീവനും കൊണ്ട് ഓടിയതാ പാവം. മൊയ്തു നേരെ ഇതാ കിടക്കണം ചാണകം. നമ്മൾ എന്തൊക്കെ മൊയ്തുനെ കുറിച്ച് പറഞ്ഞത്? എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു പെണ്ണ് പറഞ്ഞ ആൾക്കാർ അതല്ലേ വിശ്വസിക്കൂ? ഈ മൊയ്തു പറഞ്ഞ ആരെങ്കിലും കേൾക്കുവോ? വെറുതെ വിട്ട വാർത്തയൊന്നും കണ്ടില്ലല്ലോ ഏട്ടാ മൊയ്തുനെ. എടാ, അപ്പോഴേക്കല്ലേ ഇപ്പൊ തലയോട്ടി കണ്ട പുതിയ വാർത്ത കിട്ടിയത്. ഈ പത്രക്കാർക്കും ചാനലുകാർക്കൊക്കെ പുതിയ വാർത്ത കിട്ടി അതിന്റെ പിന്നാലെ പോകും. പിന്നെ അവര് പഴയ വാർത്തയിലേക്ക് ശ്രദ്ധിക്കില്ല. അവർക്ക് നല്ല ന്യൂസ് കിട്ടണം. ഇപ്പൊ ലോകത്തിന്റെ മുഴുവൻ മൊയ്തു ആരാ? കുറ്റക്കാരൻ. ചേട്ടാ, ആർക്കും പോകണ്ടെങ്കിൽ വണ്ടി എടു, ഞാനും വരാം. എന്ത്? ഞാനും വരാം അങ്ങോട്ട്. പൈസ തരാം, വണ്ടി എടുക്ക. നിങ്ങൾ 75 റുപ്യ തരാം. അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ 25 റുപ്യ ഒരാൾക്ക് ഉണ്ടെങ്കിൽ പോരേട്ടാ. സുന്ദരിയായ പെണ്ണെങ്കിൽ സുന്ദരിയായ പെണ്ണിന്റെ തലയോട്ടി ആൾക്കാർ കൊടുത്തത് അവിടെ എത്തണം. മുഴുവൻകുഴി 25 രൂപ. മൊയ്തോ, ഈ എങ്ങടെ ബാഗൊക്കെ ആയിട്ട്? ഞാൻ ഈ നാട് വിട്ട് പോവാണ് സുധേട്ടാ. എന്ത്? ഞാൻ ഈ വീട് വിറ്റ്. എന്തൊക്കെ ഈ പറയണത്? നാണക്കേരോട് തലയുയർത്തിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. എടാ, നീ നിരപരാധിന്ന് തെളിഞ്ഞില്ലേ? പിന്നെ എന്തിനാ നീ വീട് വിട്ട് പോണ്? ഞാൻ നിരപരാധിയെന്ന് നിങ്ങൾക്കും വളരെ കുറച്ച് ആൾക്കാർക്കല്ലേ അറിയുള്ളൂ.